വലിയ പ്രസംഗങ്ങൾ നടത്തുകയോ വീര്യപ്രവൃത്തികൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹാനോക്ക്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ബൈബിൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്? പലരും അത്ര ഗൗനിക്കാത്ത ഒരു കാര്യം ഹാനോക്കിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതായിരുന്നു കാര്യം. ജീവസന്ദേശത്തിൻ്റെ ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. ആദമിൻ്റെ ലംഘനത്താൽ ലോകത്തിലേക്ക് കടന്ന മരണത്തിൻ്റെ തേർവാഴ്ചയിൽ മനുഷ്യൻ നിസ്സഹായകനായി തീർന്നു. എങ്കിലും ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുവാനുള്ള ദൈവ പദ്ധതിയിലൂടെ നിത്യജീവൻ്റെ വാതിൽ ദൈവം മാനവജാതിക്ക് മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നു. ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ഇന്ന് അവിടുത്തെ കൈവശമാകും. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 6 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം വരെ എത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞത് മനുഷ്യ ചരിത്രത്തിലെ 2000 വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. 5-ാം അധ്യായത്തിൽ ആദാം മുതലുള്ള മനുഷ്യരുടെ വംശാവലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ നോക്കാതെ ഇതിൽ എത്ര പേരുടെ പേരുകൾ നിങ്ങൾക്ക് പറയുവാൻ കഴിയും? ആദാമിൻ്റെ മകൻ സേത്ത്, ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച മനുഷ്യനായ മെതുസലേഹ്, അങ്ങനെ ഏതാനും പേരുകൾ നിങ്ങൾ ഓർത്തെടുത്തു എന്ന് വന്നേക്കാം. എന്നാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും കുറച്ച് വർഷങ്ങൾ ജീവിച്ചിരുന്നതും എന്നാൽ എല്ലാവരും അറിയുന്നതുമായ ഒരാളുണ്ട്. അതാണ് ഹാനോക്ക്. അവൻ വീര്യപ്രവൃത്തികൾ ചെയ്യുകയോ വലിയ പ്രസംഗങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ബൈബിൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്? ഒരുപക്ഷെ പലരും അത്ര ഗൗനിക്കാത്ത ഒരു കാര്യം ഹാനോക്കിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ബൈബിളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ഒരു ശവപ്പറമ്പിലൂടെ നടക്കുന്നത് പോലെ തോന്നും. ആദാമിൻ്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ശേത്തിന് എന്ത് സംഭവിച്ചു? 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനും മരിച്ചു. ശേത്തിന് ഏനോഷ് എന്ന ഒരു മകനുണ്ടായിരുന്നു. അവനെന്ത് സംഭവിച്ചു? 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനും മരിച്ചു. അങ്ങനെ 20-ാം വാക്യം വരെ മരണത്തിൻ്റെ ഒരു പട്ടിക നാം കാണും, ഒരു നീണ്ട ലിസ്റ്റ്. അതിനുശേഷം ഹാനോക്കിൻ്റെ അതിമഹത്തായ ചരിത്രം നാം കാണുന്നു. 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ യാരെദിന് ഹാനോക്ക് എന്ന മകൻ ജനിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുസലേഹിനെ ജനിപ്പിച്ചു. എന്നിട്ട് ഹാനോക്ക് മരിച്ചോ? ഇല്ല, അവൻ മരിച്ചില്ല. എന്നാൽ ഈ ഇരുണ്ട അധ്യായത്തിൽ ഇതാ ഒരു വെള്ളിരേഖ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മെതുസലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണിത്. തുടർച്ചയായി മരണം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അധ്യായത്തിൽ മരണം കാണാതെ ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആശ്ചര്യമായിരിക്കുന്നില്ലേ?
ഹാനോക്കിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ദൈവത്തോട് കൂടെ നടന്നു എന്നാണ്. ദൈവത്തോട് കൂടെ നടന്നു എന്ന് 2 പേരെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും നാം ഉൽപ്പത്തി പുസ്തകവും 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ നോഹയും ദൈവത്തോടു കൂടെ നടന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തോടു കൂടെ നടന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. പഴയ നിയമത്തിൽ മരിച്ചിട്ടില്ലാത്ത 2 ആളുകളിൽ ഒരാൾ ഹാനോക്കാണ്. മറ്റേയാൾ ഏലിയാവാണെന്നറിയാമല്ലോ. ജലപ്രളയത്തിനു മുൻപ് ജീവിച്ചിരുന്നവരിൽ കാര്യമായി എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് ഹാനോക്കിനെക്കുറിച്ച് മാത്രമാണ്. അവനെ ദൈവം എടുക്കുകയായിരുന്നു. അതായത് അവൻ രൂപാന്തരപ്പെട്ടു. അവൻ ഉണ്ടായിരുന്ന പഴയ ശരീരം മാറി. അവൻ പുതിയ ശരീരം സ്വീകരിക്കണമായിരുന്നു. അതേസമയം അവൻ ആ പഴയ വ്യക്തിയായിരിക്കുകയും വേണം. അതാണ് രൂപാന്തരപ്പെടുന്നത്. അങ്ങനെ ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഹാനോക്കിൻ്റെ ആദ്യത്തെ 65 വർഷങ്ങൾ മെത്തുശല്ലേഹ് ജനിക്കുന്നത് വരെ എങ്ങനെയായിരുന്നു? ഞാൻ ഊഹിക്കുന്നത് ഹാനോക്കും മറ്റുള്ളവരെ പോലെ ആയിരുന്നു എന്നത്രേ. ആളുകൾ വളരെ അശ്രദ്ധമായി ജീവിച്ചിരുന്ന ഒരു കാലയളവായിരുന്നു അത്. നോഹയുടെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമായിരുന്നല്ലോ അത്. എന്നാൽ മെത്തുശല്ലേഹ് ജനിച്ചപ്പോൾ ഹാനോക്കിൻ്റെ നടപ്പ് മാറ്റപ്പെട്ടു. ആ കുട്ടി അവനെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോഴും ഇതേ ഉദ്ദേശത്തോടെ ചിലപ്പോൾ ദൈവം ഒരു കുട്ടിയെ ഒരു ഭവനത്തിന് നൽകിയെന്ന് വരാം. അങ്ങനെ ആ കുഞ്ഞ് നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് നടത്തിയില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ഒരിക്കലും ദൈവത്തെ കണ്ടെത്തിയില്ലെന്നും വരാം. മെത്തുശല്ലേഹ് ജനിച്ചതിന് ശേഷം 300 വർഷം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്നത് മാനുഷികമായ രീതിയിൽ വിശദീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഒരിക്കലൊരു ചെറിയ പെൺകുട്ടി സൺഡേ സ്കൂളിൽ നിന്നും വന്ന് തൻ്റെ മാതാവിനോട് ഈ ഹാനോക്കിൻ്റെ സംഭവം വിശദീകരിച്ചത് വളരെ രസകരമാണ്. ഈ കുഞ്ഞ് അമ്മയോട് പറഞ്ഞു, അമ്മജി, ഇന്ന് ഞങ്ങളെ ഹാനോക്കിൻ്റെ കഥയാണ് ടീച്ചർ പഠിപ്പിച്ചത്. ഹാനോക്ക് എങ്ങനെയാണ് ദൈവത്തോടു കൂടെ നടന്ന് ദൈവം അവനെ എടുത്തുകൊണ്ടത് എന്ന് ടീച്ചർ പറഞ്ഞു തന്നു. അമ്മയ്ക്ക് വളരെ താല്പര്യമായി. അമ്മ മോളോട് ചോദിച്ചു, മോളെ എങ്ങനെയാണ് ടീച്ചർ പറഞ്ഞു തന്നത്? അമ്മച്ചി, എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവം വന്ന് ഹാനോക്കിനെ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു, ഹാനോക്കേ, നീ എൻ്റെ കൂടെ നടക്കുവാൻ വരുന്നോ എന്ന്. അങ്ങനെ എന്നും ഹാനോക്കിന് ദൈവത്തോടു കൂടെ നടക്കുന്നതൊരു ശീലമായി മാറി. അവനത് വലിയ ഇഷ്ടമുള്ള കാര്യമായി വന്ന് അവൻ അങ്ങനെ ദൈവത്തെ നോക്കി വാതിൽപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഒരു ദിവസം ദൈവം വന്നിട്ട് പറഞ്ഞു, ഹാനോക്കേ, ഇന്ന് നമുക്ക് അല്പസമയം കൂടുതൽ നടക്കണം. എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയുവാനുണ്ട്. അങ്ങനെ അവർ നടന്ന് വളരെ സമയം വൈകിപ്പോയി. അപ്പോൾ ഹാനോക്ക് പറഞ്ഞു, ദൈവമേ, ഇതാ രാത്രിയാകുന്നു. ഞാൻ ഇനിയും വളരെ നടന്നെങ്കിലേ എൻ്റെ വീട്ടിലെത്തൂ. ഞാൻ ഇനിയും മടങ്ങിപ്പോകട്ടെ. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഹാനോക്കേ, നീ ഇപ്പോൾ നിൻ്റെ ഭവനത്തേക്കാൾ എൻ്റെ ഭവനത്തിൻ്റെ അടുത്താണ്. അതുകൊണ്ട് വരൂ, എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കൂ എന്ന്. അങ്ങനെ ഹാനോക്ക് ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. ഇതൊരു കുട്ടിക്കഥയായി തോന്നാം. എന്നാൽ ഇതിനേക്കാൾ ഭംഗിയായി സംഭവം വിശദീകരിക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലുള്ള സകല സത്യങ്ങളും വളരെ വളരെ പ്രസക്തമായവയാണ്. അവ വെറും കെട്ടുകഥകളല്ല, വെറുതെ ചരിത്രം രേഖപ്പെടുത്തിയതുമല്ല, വരുവാനുള്ളതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ജലപ്രളയം എന്ന ന്യായവിധിക്ക് മുൻപ് ദൈവം ഹാനോക്കിനെ എടുത്തുകൊള്ളുന്നു. സഭയുടെ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ അനുഭവത്തിൻ്റെ നിഴലാണിത്. നമുക്ക് ദൈവം നൽകിയ ഒരു മാതൃകയാണ് ഹാനോക്ക്. വഷളത്വവും ദുഷ്ടതയും നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവത്തോടു കൂടെ നടന്ന ഒരു വിശുദ്ധൻ. ദൈവം അവനെ സ്വർഗത്തിലേക്ക് എടുത്തു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ പേര് പറഞ്ഞിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്നും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ആദ്യം ഇടം പിടിച്ചത് ഹാനോക്കായിരുന്നു.
ഇനി 27 വാക്യം നോക്കിക്കാട്ട്, 5 അധ്യായത്തിൻ്റെ 27. മെത്തുശലഹിൻ്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ആദാം ജീവിച്ചിരുന്നതിനേക്കാൾ നീണ്ട കാലയളവ് മെത്തുശലഹ് ജീവിച്ചിരുന്നു. സൃഷ്ടിപ്പ് മുതൽ ജലപ്രളയം വരെയുള്ള കാലയളവിനെ ഏതാണ്ട് ബന്ധിപ്പിക്കുന്ന അത്രയും കാലത്തോളം ആദാമും മെത്തുശലഹും കൂടെ ജീവിച്ചു. നമ്മുടെ കൈവശമുള്ള വംശപാരമ്പര്യപ്രകാരം മെത്തുശലഹ് നോഹയോട് സൃഷ്ടിപ്പ് മുതൽ അതുവരെയുമുള്ള സകല കാര്യങ്ങളും പറഞ്ഞു കാണും എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആദാം അതെല്ലാം മെത്തുശലഹിനോട് പറഞ്ഞിരുന്നല്ലോ. അന്നൊക്കെ എഴുതി സൂക്ഷിക്കുകയായിരുന്നില്ലല്ലോ, വാമൊഴിയായി തലമുറയായി വിവരങ്ങൾ കൈമാറുകയായിരുന്നിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നത് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വംശപാരമ്പര്യത്തിൽ ഒരു വിടവുണ്ടെന്നത്രേ. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശപാരമ്പര്യം പറഞ്ഞിട്ടുള്ളിടത്ത് പലരെയും വിട്ടുകളഞ്ഞതായി നമുക്ക് കാണാം. അതിൻ്റെ കാരണവും വ്യക്തമാണ്. 3 തുല്യ ഭാഗങ്ങളായി വംശാവലിയെ തിരിക്കുവാനുള്ള ശ്രമമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഏതാനും ചിലത് വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിലും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഈ വംശാവലി കൃത്യമാണെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എന്നാൽ നാം ചിന്തിക്കുന്നതിനേക്കാൾ വളരെ മുൻപ് തന്നെ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന വസ്തുത കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു വിടവ് ഈ രേഖയിലുമുണ്ട്. എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും ദൈവവചനത്തിൽ വ്യക്തമായി വിശദമായി പറഞ്ഞിട്ടില്ലാത്തത്? കാരണം നമ്മൾ അതിൽ ശ്രദ്ധ ഊന്നുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിൻ്റെ അഥവാ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ചരിത്രമാണ് നമ്മോട് പങ്കിടുവാൻ ബൈബിളിലൂടെ ദൈവം താല്പര്യപ്പെടുന്നത്. എന്തെന്നാൽ മെതുശലഹ് എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കുക എന്നാണ്. മെതുശലഹ് എന്നതിന് അവൻ മരിച്ചു കഴിയുമ്പോൾ അയക്കും എന്നും അർത്ഥമുണ്ടെന്ന് പറയപ്പെടുന്നു. എന്താണ് അയക്കുന്നത്? ജലപ്രളയം. അതായത് മെതുശലഹ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ജലപ്രളയം ഉണ്ടാകില്ല. വംശാവലിയുടെ ക്രമം പരിശോധിച്ചാൽ മെതുശലഹ് മരിച്ച വർഷമാണ് ജലപ്രളയം ഉണ്ടായത്. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്. എന്തുകൊണ്ട് മെതുശലഹ് മറ്റാരേക്കാളും കൂടുതൽ കാലം ജീവിച്ചിരുന്നു? നിങ്ങൾ ആ ചോദ്യം ചിന്തിച്ചിട്ടില്ലേ? ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ദൈവം ക്ഷമയുള്ളവനും കരുണാസമ്പന്നനുമാണെന്ന് മനുഷ്യവർഗത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മെതുശലഹിനെ ഏറ്റവും കൂടുതൽ കാലം ഭൂമിയിൽ ശേഷിപ്പിച്ചത്. ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ദീർഘക്ഷമ നമ്മൾ നിരന്തരം അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ച് വിശുദ്ധ പത്രോസ് പറയുന്നത്, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്നുവെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തികളെയും അവരുടെ മരണത്തെയും കുറിച്ചാണ്. ഞാൻ 31-ഉം 32-ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. ഉൽപ്പത്തി 5-ൻ്റെ 31-ഉം 32-ഉം. ലാമേക്കിൻ്റെ ആയുഷ്കാലം ആകെ 777 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായ ശേഷം നോഹ ശേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു. ജന്മസിദ്ധമായി മനുഷ്യ സ്വഭാവം നല്ലതാണെന്നും കാലാന്തരത്തിൽ അത് പുരോഗതി പ്രാപിക്കുമെന്നും ഒരു ചിന്തയുണ്ട്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന അന്ധവിശ്വാസമാകുന്നു എന്നത്രേ. മനുഷ്യർ അന്ധമായി വിശ്വസിച്ചിരിക്കുന്നതും എൻ്റെ അഭിപ്രായത്തിൽ മിക്കവാറും എല്ലാ തത്വസിദ്ധാന്തങ്ങളുടെയും ഉപസംഹാരമായി ലോകത്തിൽ പരക്കെ പ്രചാരമുള്ളതുമായ ഒരു സിദ്ധാന്തം എന്തെന്നാൽ മനുഷ്യൻ നന്നായിക്കൊണ്ടിരിക്കുകയാണ്, അവൻ പിൻപോട്ട് പോകുകയല്ല, മുൻപോട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന ധാരണ. തീർച്ചയായും ശാസ്ത്ര പുരോഗതിയും സാങ്കേതിക വളർച്ചയും വികസനവും സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. എന്നാൽ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ഈ വളർച്ചയും പുരോഗതിയും അവകാശപ്പെടുവാൻ കഴിയില്ല. സ്വഭാവത്തിൽ അത് കഴിയില്ല.
മനുഷ്യൻ്റെ സാഹചര്യവും അവൻ്റെ പാരമ്പര്യവും ഒക്കെ ഒന്ന് മെച്ചപ്പെടുത്താമെങ്കിൽ, നല്ല വീടും നല്ല വിദ്യാഭ്യാസവും നല്ല ചികിത്സാ സൗകര്യങ്ങളും കൊടുക്കാമെങ്കിൽ അവൻ വാസ്തവമായി നന്നാകാൻ കഴിയുമെന്ന ചിന്ത ശരിയാണെങ്കിൽ, അതൊക്കെ ഉണ്ടെങ്കിലും ക്രൂരതയും ദുഷ്ടതയും സ്വാർത്ഥതയും ലോകത്തിൽ വർദ്ധിച്ചു വരുന്നത് എങ്ങനെയാണ്? ക്രിസ്തീയ സഭ പോലും തങ്ങൾക്കുള്ള സമയവും പണവും കഴിവുകളുമെല്ലാം ഈ തെറ്റിദ്ധാരണ മൂലം പല കാര്യങ്ങൾക്കായി ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെയും തത്വസംഹിതകളുടെയും കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ ക്രിസ്തീയ സമൂഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനങ്ങളും കൊണ്ട് മനുഷ്യനെ ശരിയാക്കിയെടുക്കുവാൻ ഇന്ന് പലരും ശ്രമിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളും മതസാമുദായിക സംഘടനകളും ഈ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ കിണഞ്ഞു പരിശ്രമിക്കുന്നു. കേൾക്കാൻ സുഖമാ, പക്ഷേ നടക്കുകയില്ലെന്ന് മാത്രം. എന്നാൽ മനുഷ്യൻ രക്ഷിക്കപ്പെടണമെങ്കിൽ മനുഷ്യനും കൂടി വല്ലതുമൊക്കെ ചെയ്യേണ്ടതുണ്ടെന്ന് ഒരു കൂട്ടർ പഠിപ്പിക്കുന്നു. അതായത് ദൈവം പാതി നാം പാതി എന്ന്. മനുഷ്യൻ ശ്രമിച്ചാൽ സ്വയം രക്ഷിക്കുവാൻ അവന് കഴിവുണ്ടെന്നാണ് ആധുനിക തത്വശാസ്ത്രം പഠിപ്പിക്കുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, രക്ഷ എന്നത് നമ്മൾ സ്വയം ചെയ്തെടുക്കുവാൻ ദൈവം നൽകുന്ന ഏതാനും നിർദ്ദേശങ്ങൾ മാത്രമാകുന്നു എന്നാണ് ഈ കൂട്ടർ പഠിപ്പിക്കുന്നത്. അതുപോലെ പാപമൊന്നില്ല എന്നും മനുഷ്യ സ്വഭാവം പൂർണ്ണമായും നല്ലതാണെന്നും ചില മതസിദ്ധാന്തങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ അത് ഉപയോഗിച്ചാണ് ഇന്ന് ഇത്തരം ആശയങ്ങളും ധാരണകളും പ്രചരിപ്പിക്കപ്പെടുന്നത്. ആശയവിനിമയം നടത്തുവാനുള്ള സമ്പ്രദായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനുഷ്യനെ ദുഷിക്കുവാനും ഇല്ലാതാക്കുവാനും പരിശ്രമിക്കും. മനുഷ്യൻ്റെ അടിസ്ഥാന അവസ്ഥയെക്കുറിച്ച് ദൈവത്തിൻ്റെ അഭിപ്രായം എന്താണ്? ദൈവം പറയുന്നു, മനുഷ്യൻ പൂർണ്ണമായും വഷളത്വം നിറഞ്ഞ അവസ്ഥയിലാകുന്നു എന്ന്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതായത് ഈ വിഷയത്തിൽ ദൈവവചനത്തിൻ്റെ ചിന്ത അതാണ്. ദൈവവചനം നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ മറ്റുള്ളവരൊക്കെ നൽകിയതിൽ നിന്നും വ്യത്യസ്തവും യഥാർത്ഥവുമായൊരു കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ച് അത് നിങ്ങൾക്ക് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് മനുഷ്യവർഗം എവിടേക്കാണ് നയിക്കപ്പെടുന്നത്? ഈ ഭൂമിയിൽ തന്നെ ഒരു സഹസ്രാബ്ദത്തിലേക്കാണോ? ഇത് നമ്മെ നയിക്കുന്നത് എങ്ങോട്ടാണ്? അതോ പരമാനന്ദം നിറഞ്ഞ ഒരു സമയത്തേക്കും, അതോ കുറ്റമറ്റ സാമൂഹിക രാഷ്ട്രീയ സംവിധാനമുള്ള ഒരു സാങ്കല്പിക രാഷ്ട്രത്തിലേക്കുമാണോ മനുഷ്യൻ നയിക്കപ്പെടുന്നത്? എവിടേക്കാണ് മനുഷ്യൻ നയിക്കപ്പെടുന്നത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യ ചരിത്രം പ്രവേശിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വലിയ ന്യായവിധി വരുന്നതിനെക്കുറിച്ച് പറയുന്നു. അത് എങ്ങനെയെന്നോ അതിൽ ആരെങ്കിലും രക്ഷപ്പെടുമെന്ന് ഒന്നും പറയുന്നില്ല. എന്നാൽ 6-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ന്യായവിധി തീർച്ചയായും വരുമെന്നും അത് വലിയൊരു ജലപ്രളയത്തിൽ കൂടി ആയിരിക്കുമെന്നും ന്യായവിധിയിൽ നിന്നും 8 പേർ രക്ഷപ്പെടുമെന്നും വ്യക്തമാക്കുന്നു. ബൈബിളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഈ സംഭവത്തിലൂടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തെന്നാൽ, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ നിത്യനും വിശുദ്ധനുമായ ദൈവം മനുഷ്യചരിത്രത്തിൽ 2 വിധത്തിൽ പ്രവർത്തിക്കുന്നു. 1, അവൻ പാപികളെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നു. 2, അവൻ പാപികളെ ശിക്ഷിക്കുന്നു. ഈ പറഞ്ഞതത്ര ബൈബിളിൻ്റെ സാരാംശം. അതത്ര വീണ്ടെടുപ്പിൻ്റെ ചരിത്രം. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിപ്പ് മുതൽ വെളിപ്പാട് പുസ്തകത്തിലെ അന്ത്യ ന്യായവിധി വരെ നാം കാണുന്നത് ഈ പ്രതിഭാസമാകുന്നു. ബൈബിൾ മുഴുവനും അതിൻ്റെ മുന്നറിയിപ്പുകളും വാഗ്ദാനങ്ങളുമാകുന്നു. മനുഷ്യരാശി ഒരു വലിയ ന്യായവിധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ ദൈവകൃപയിലും ദൈവോദ്ദേശത്തിലും ശിക്ഷാവിധിയിൽ നിന്നും വിടുവിക്കപ്പെടുന്ന അനേകം പാപികൾ ഉണ്ട് താനും. അന്ത്യന്യായവിധി എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലാക്കുവാൻ മനുഷ്യവർഗത്തെ സഹായിക്കുന്ന വ്യക്തമായ ഒരു സംഭവമാകുന്നു ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ജലപ്രളയം. ഭൂമി മുഴുവനും ഒരു സമയത്ത് ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുന്ന ഈ സംഭവം അന്ത്യന്യായവിധിയുടെ വ്യക്തമായൊരു ചിത്രമാകുന്നു നമുക്ക് ഇത് നൽകുന്നത്. നോഹയുടെ കാലമായപ്പോഴേക്കും മനുഷ്യൻ ഏറ്റവും കുറഞ്ഞത് 1600 വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞു. 1.5 സഹസ്രാബ്ദത്തിനുള്ളിൽ
ദൈവം മൊത്തം മനുഷ്യവർഗത്തെ ജലപ്രളയത്താൽ ശിക്ഷിച്ചു. ഭൂമുഖത്ത് നിന്ന് അവരെ തുടച്ചു നീക്കി. അവസാനം സംഭവിക്കുവാൻ പോകുന്നതും അങ്ങനെ ഒരു ന്യായവിധിയായിരിക്കും. വെള്ളത്തിന് പകരം അഗ്നി കൊണ്ടായിരിക്കും ശിക്ഷിക്കപ്പെടുന്നത് എന്ന് മാത്രം. ന്യായവിധി വരും, സംശയം വേണ്ട. ഇതൊക്കെ കെട്ടുകഥയാണെന്നും ഒരു പ്രദേശത്ത് മാത്രം സംഭവിച്ച ഏതാനും സംഭവമാകുന്നു എന്നും ചിന്തിച്ച് നശിച്ചു പോകരുതേ സുഹൃത്തെ. നമുക്കുള്ള പാഠം, ദൈവത്തോട് മറുതലിക്കുന്ന സകലരെയും ദൈവം ശിക്ഷ വിധിക്കും. അതിപ്പോൾ മൊത്തം മനുഷ്യവർഗമായാൽ പോലും അവൻ ശിക്ഷിക്കും. എന്നാൽ ആ ന്യായവിധിയിൽ തന്നിൽ ആശ്രയിക്കുന്നവരെ ദൈവം രക്ഷിക്കും. അതിപ്പോൾ വെറും 8 പേരാണെങ്കിൽ പോലും അവനത് ചെയ്യും. നോഹയുടെ കാലമായപ്പോഴേക്കും മനുഷ്യവർഗം മഹാവഷളത്വത്തിൽ ആയിത്തീർന്നു. ദൈവം മനുഷ്യവർഗത്തെ മൊത്തം ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുവാൻ പോകുന്നു എന്ന് നോഹയോട് പറയുന്നു. ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ അവനും കുടുംബവും മാത്രം വിടുവിക്കപ്പെട്ടു. അവരെ രക്ഷിക്കുവാനുള്ള പദ്ധതിയും ദൈവം നോഹയെ അറിയിച്ചു. ഈ അധ്യായങ്ങളിൽ, അതായത് 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ നോഹ യാതൊന്നും പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ഇത് ദൈവത്തെക്കുറിച്ച് മാത്രമാണ്, നോഹയെക്കുറിച്ചല്ല എന്നത്രേ. ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള ഉദ്ദേശത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ നാം കാണുന്നത്. സർവശക്തനായ വിശുദ്ധനായ ദൈവം പ്രവർത്തിക്കുന്നു, ന്യായം വിധിക്കുന്നു, രക്ഷിക്കുന്നു. നോഹ യാതൊന്നും പറയുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ പ്രതിനിധിയായി എല്ലാം ചെയ്യുന്നത് അവനാണ്. ദൈവം പറയുന്നത് പോലെ എല്ലാം നോഹ ചെയ്യുന്നു. തനിക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതും ദൈവത്തിൻ്റെ കൽപ്പന ആയതിനാൽ നോഹ അനുസരിച്ചു. അങ്ങനെ അവൻ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. 6-ാം അധ്യായത്തിൽ ജലപ്രളയം മാത്രമല്ല, ജലപ്രളയത്തിലൂടുണ്ടായ ന്യായവിധിയുടെ കാരണവും പറയുന്നുണ്ട്. ഞാൻ 6-ാം അധ്യായത്തിലെ 2 വാക്യങ്ങളൊന്ന് വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ഈ വാക്യം പഠിക്കുവാൻ പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും എന്നുള്ള പ്രയോഗം അന്തമില്ലാത്ത ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരെക്കുറിച്ചാകുന്നു എന്ന് അനേകം ആളുകളും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ചിന്താഗതി അംഗീകരിക്കുവാൻ പലപ്പോഴും സാധിക്കില്ല. എൻ്റെ വാദം, ഈ പറഞ്ഞിരിക്കുന്നത് നല്ല ദൂതന്മാരെ പറ്റിയാണെങ്കിൽ അവർ ഇങ്ങനൊരു പാപം ചെയ്യില്ല. ഇനി തെറ്റിപ്പോയ ദൂതന്മാരെക്കുറിച്ചാകുന്നുവെങ്കിൽ അവരെ ഒരിക്കലും ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയില്ല. അതുമാത്രമല്ല, ഈ ബന്ധത്തിലൂടെ ഉണ്ടായത് വെറും മനുഷ്യരാണ്, അല്ലാതെ ആരൊക്കെയോ പഠിപ്പിക്കുന്നത് പോലെ രാക്ഷസന്മാരല്ല. ഇങ്ങനൊരു ബന്ധത്തിലൂടെയാണ് അതികായകന്മാർ ഉണ്ടായതെന്ന് ഊഹിക്കുവാൻ കാരണം എന്തെന്ന് എനിക്കറിയില്ല. അതിലെന്തെങ്കിലും ന്യായം ഞാൻ ഈ ഭാഗത്ത് കാണുന്നുമില്ല. 4-ാം വാക്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി ഞാൻ സംസാരിക്കാം. ഒരു വാക്യം കൂടി, 3-ാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. നോഹ 120 വർഷം പ്രസംഗിച്ചിട്ടുണ്ടാവുമെന്നാണ് നാം വിശ്വസിക്കുന്നത്. ആ സമയം അത്രയും ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനോട് വാദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പത്രോസ് ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. നോഹയുടെ കാലത്ത് മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ആത്മാവ് മനുഷ്യരോട് വാദിച്ചു കൊണ്ടിരുന്നു. എന്നാൽ മനുഷ്യർ ദൈവത്തിൻ്റെ ആത്മാവിന് ചെവി കൊടുത്തില്ല. 1 പത്രോസ് 3:18-19 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ക്രിസ്തു ആത്മാവിൽ തടവിലുണ്ടായിരുന്ന ആത്മാക്കളോട് പ്രസംഗിച്ചു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു എന്നായിരുന്നു അവർ അനുസരിക്കാതെ ഇരുന്നത്.
നോഹയുടെ കാലത്ത് ദൈവം ദീർഘക്ഷമയോടെ ഇരുന്നപ്പോൾ, അതെ, ആ 120 വർഷങ്ങൾ. അങ്ങനെ ദൈവത്തിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ച് തിരുവചനത്തിലുടനീളം നമ്മൾ വായിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി അതിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന വഴികളെ തിരിച്ചറിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രതികരിക്കുവാൻ സാധിക്കുന്നുണ്ടോ? സ്വയം പരിശോധിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ശവപ്പറമ്പ് പോലെ കാണപ്പെട്ട ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ നടുവിൽ നിന്ന് മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്ക്. അദ്ദേഹം മരണത്തെ നോക്കി വെല്ലുവിളി മുഴക്കുന്ന വരുവാനുള്ള ഒരു തലമുറയുടെ പ്രതിനിധിയാകുന്നു. ഭൂമിയിൽ ദൈവത്തിൻ്റെ മക്കൾ വർദ്ധിച്ചുവെങ്കിലും ലോകക്കാർ പെരുകിയത് ലോകത്തിന് തന്നെ ഭീഷണിയായിത്തീരുന്നു. ക്രിസ്തു പറഞ്ഞു, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പി. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ആ ചുരുങ്ങിയ കൂട്ടത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.